വോട്ടെടുപ്പിന് തലേന്ന് നിശബ്ദ പ്രചരണത്തിലായിരുന്നു സ്ഥാനാർത്ഥികളും പ്രവർത്തകരും. വോട്ടർമാരെ നേരിൽ കാണാനും പ്രമുഖ വ്യക്തികളുമായി സംസാരിക്കാനും ഒഴിഞ്ഞുമാറുന്നവരെ ഒപ്പം കൊണ്ടുവരാനുമുള്ള പ്രവർത്തനങ്ങളാണ് വിവിധ കേന്ദ്രങ്ങളിൽ നടന്നത്. ജില്ലയിൽ ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന പാലായിൽ 3 മുന്നണി സ്ഥാനാർത്ഥികളും വിജയപ്രതീക്ഷയിലാണ്. LDF സ്ഥാനാർത്ഥിയായ ജോസ് കെ മാണി ഇത്തവണ മണ്ഡലം തിരിച്ചുപിടിക്കുമെന്ന ഉറച്ച പ്രതീക്ഷയോടെ പ്രചരണ പരിപാടികൾ പൂർത്തിയാക്കിയ ശേഷം പരമാവധി വോട്ടുകൾ ഉറപ്പിക്കാനുള്ള പ്രവർത്തനം തുടർന്നു. സിറ്റിംഗ് MLA മാണി സി കാപ്പൻ മികച്ച ഭൂരിപക്ഷത്തോടെ വിജയിക്കുമെന്ന വിശ്വാസമാണുള്ളത്. ഭരണ പിന്തുണ ഇല്ലാതിരുന്നിട്ടും മണ്ഡലത്തിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ വോട്ടുറപ്പിക്കുമെന്ന് മാണി സി കാപ്പൻ കരുതുന്നു. NDA സ്ഥാനാർത്ഥി ഷോൺ ജോർജ് ഇത്തവണ പാലാ പുതുചരിത്രം എഴുതുമെന്ന വിശ്വാസത്തിലാണ്. ആവേശകരമായ പ്രചരണം പൂർത്തിയാക്കി ഇത്തവണ ഒരു മാറ്റം ആഗ്രഹിക്കുന്ന പാലായിലെ വോട്ടർമാർ തന്റെ വിജയം ഉറപ്പിക്കുമെന്ന വിശ്വാസത്തിലാണ് ഷോൺ ജോർജ്. LDF, UDF, NDA മുന്നണികൾ ഒരുപോലെ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുമ്പോൾ മുൻവർഷത്തെ തെരഞ്ഞെടുപ്പുകളിൽ നിന്നും വ്യത്യസ്തമായി വാശിയേറിയ മത്സരം നടന്ന പാലായിൽ വോട്ടർമാർ ആർക്കൊപ്പമെന്ന വിധിയെഴുത്തിനായി വ്യാഴാഴ്ച പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങും.